കഴിഞ്ഞ ദിവസം ഫാക്ടറൈസേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2 പ്രോബ്ലംസ് ചെയ്തു. അതിനുശേഷം ഒരു 7 എക്സസൈസ് ഹോംവർക്ക് തന്നിരുന്നു. നിങ്ങളത് ചെയ്ത് കണ്ടില്ല. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് അതിന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് 2-3 പ്രോബ്ലം കൂടെ ഇവിടെ ചെയ്ത് കാണിക്കാം. ഒന്നാമത്തേത് 64, 2, 144, 3, 484, നാലാമത്തെ 576, 1764, 2025, ഇങ്ങനെ. ഏഴാമത്തേത് 4900. ഇങ്ങനെ 7 കണക്കുകളാണെന്ന് ഞാൻ ഹോംവർക്കായിട്ട് തന്നത്. ഇനി ഒന്നാമത്തേത് നോക്കാം എങ്ങനെയാണ്. 64 ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഘടകങ്ങളാക്കുക. ഓരോന്നിനെയും നമ്മൾ ഘടകങ്ങളാക്കി അതിൽ നിന്ന് ആ ഘടകങ്ങളെ ജോഡികളാക്കി ആ ജോഡിയിൽ നിന്ന് ഓരോന്ന് വീതം ഓരോ നമ്പേഴ്സ് വീതം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 64നെ എങ്ങനെ ഘടകങ്ങളാക്കാമെന്ന് നോക്കാം. ഈ 64നെ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റൂട്ട് 64 ഈസ് ഈക്വൽ ടു അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ യു ഹാവ് ടു ഡിവൈഡ് വിത്ത് പ്രൈം നമ്പേഴ്സ്. 64ന് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ 32, 32നെ 2 കൊണ്ട് ഹരിച്ചാൽ 16, 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ 64 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, 1, 2, 3, 4, 5, 6 ഇൻറ്റു 2 ഇൻറ്റു 2. 6 പ്രാവശ്യം 2 കൊണ്ട് ഗുണിക്കുക. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64. ഗുണിച്ചു കഴിഞ്ഞാൽ ഈ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ അതിനെ പെയറുകളാക്കുക. ഒരു പെയറിൽ നിന്ന് ഇത് റൂട്ട് ഓഫ് ആണ്. ഇത് 64 ഈക്വൽ ടു എന്ന് ഇങ്ങനെ എഴുതരുത്. 64 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, 1, 2, 3, 4, 5 ഇൻറ്റു 2. റൂട്ട് 64 ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 ഇൻറ്റു 2 സമം 2, 4, 4, 2, 8. 8 നമുക്കറിയാം. 2, 8, 64. 64ൻ്റെ റൂട്ട് 64 ഈസ് ഈക്വൽ ടു 8. അതാണ് ആൻസർ. ഇനി അടുത്ത പ്രോബ്ലം നമ്മൾ 144. റൂട്ട് ഓഫ് 144 ഈക്വൽ ടു ഡാഷ് ആണ് കണ്ടുപിടിക്കുന്നത്. 144നെ നമ്മൾ ഫ്രാക്ഷൻസ് ആക്കാം. ഇതിനെയും 2 കൊണ്ട് ഹരിക്കാം. ലാസ്റ്റ് നമ്പർ 2ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് സംഖ്യ കൊണ്ട് ഹരിച്ചു കൊള്ളുക. അപ്പോൾ 50 72, 2 ഇൻറ്റു 2 4, 7 14, 7 14, 72. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 5 36, 12 3 4, 46നെ 2 കൊണ്ട് ഹരിക്കാം. 15 3 18, 18. 18നെ 2 കൊണ്ട് ഹരിക്കാം. 9. 9നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 ഇൻറ്റു 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ 4, 2 ഇൻറ്റു 4, 4 ഇൻറ്റു 3 12. അപ്പോൾ 12 റൂട്ട് 144 ഈസ് ഈക്വൽ ടു 12 ആണ് ആൻസർ. 144. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 484. റൂട്ട് 484 എത്രയാണെന്ന് നോക്കാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ 484 ഫാക്ടേഴ്സ് 2 കൊണ്ടായിരിക്കാം. 242
വീണ്ടും 2 കൊണ്ട് ഹരിക്കാം 121. ഇങ്ങനെ 2 കൊണ്ട് ഈ 121-നെ 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ അല്ലെങ്കിൽ 9 വരെ ഒരു പ്രൈം നമ്പർ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നു. 484 സമം 2 ഇൻറ്റു 2 ഇൻറ്റു 121. ഇത് ഒരു ജോഡിയുള്ളൂ, ഇവിടെ ജോഡിയില്ല. അപ്പോൾ റൂട്ട് 484 സമം 2, അതിൽ നിന്ന് ഒരു 2 എടുത്തു, ഇൻറ്റു റൂട്ട് 121 അങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഈ 121 കാണണമെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാണണം. എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കൊണ്ട് ഗുണിക്കണം. റൂട്ട് കണ്ടിട്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആൻസർ കിട്ടുക. അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. റൂട്ട് ഓഫ് 576 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്താൽ 576 2 കൊണ്ട് ഹരിക്കാം. 2 5 2 പ്രാവശ്യം 17 8 പ്രാവശ്യം 16 8 288. ഗുണിച്ച് നോക്കുക. 8 8 16 1 8 16 17 7 1 2 4 5. ഓക്കെ. ഇനി 2 കൊണ്ട് വീണ്ടും ഹരിക്കാം. 144. വീണ്ടും നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. പക്ഷേ 144 7 ഇൻറ്റു 7 ആണെന്ന് നമുക്ക് അറിയാം. വേണമെങ്കിൽ അങ്ങനെ ഹരിച്ചാൽ മതി. ഇപ്പോൾ 12 ഇൻറ്റു 12 ആണ് 144 നമുക്ക് മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ വേണ്ട, 2 കൊണ്ട് തന്നെ ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ 72. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 36. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 18. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 9. 2നെ 3 2 കൊണ്ട് ഹരിക്കത്തില്ല, അപ്പോൾ 3 കൊണ്ട് ഹരിക്കണം. 3 ഇവിടെ 3. അപ്പോൾ 576 ഫാക്ടേഴ്സ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 1 1 2 3 4 5 6 62 2 3 1 2 3 4 5 6 ഇൻറ്റു 3 ഇൻറ്റു 3. ഇതിനെ പെയറുകളാക്കുക. പെയർസ്. ഓക്കെ. റൂട്ട് 576 ഇസ് ഈക്വൽ ടു 2 ഇതിനൊന്ന് ഇൻറ്റു 2 ഇതിനൊന്ന് ഇൻറ്റു 2 ഇൻറ്റു ഇതിനൊന്ന് 3. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 3 24 124. റൂട്ട് ഓഫ് 576 is equal to 24 ആണ് ആൻസർ. One more question. 2025 root of is equal to dash. 2025 ഇതിനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കത്തില്ല. 5 ആണ് ലാസ്റ്റ് വരുന്നത്. 2 കൊണ്ട് ഹരിക്കില്ല. 5 കൊണ്ട് ഹരിക്കാം. 4 5 20. സോറി, അല്ല, 25 കൊണ്ട് ഹരിക്കാം. അല്ല, 5 കൊണ്ട് ഹരിക്കും. സോറി, 5. വി ക്യാൻ ഡിവൈഡ് ബൈ 5. 20 5 4 പ്രാവശ്യം, 25 5 25 പ്രാവശ്യം. നമ്മൾ അതല്ല, ശരി, ഒന്നുകൂടെ ചെയ്യാം. 2025 5 കൊണ്ട് ഹരിക്കാം. 20 5 4 പ്രാവശ്യം. 2 ഇറക്കി എഴുതി അടങ്ങില്ല. അപ്പോൾ 0. 25 5 5 പ്രാവശ്യം. 5 വീണ്ടും 5 കൊണ്ട് ഹരിക്കാം. 40 5 8 5 5 ഒരു പ്രാവശ്യം. 81. അഗെയിൻ 81 is equal to 9 into 9 ആണ്. 3 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. 9 into 9. 81 9 9 പ്രാവശ്യം. 9 9 81. അപ്പോൾ
2025 സമം 5 into 5 into 9 into 9. So root of 2025 is equal to ഇവിടുന്ന് 1 5 into ഇവിടുന്ന് 1 9 സമം 9 into 5 55 45. അതാണ് ആൻസർ. ഒന്നും കൂടെ നോക്കാം. ലാസ്റ്റ് കണക്ക് 1764 അതിനെ ഫാക്ടറികളാക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കാം. 2 കൊണ്ട് ഹരിക്കാം. 8 പ്രാവശ്യം 16 ഇരട്ട് 16 ബാക്കി വന്ന് 16 880 16 ഇഷ്ടമില്ല. 4 2 പ്രാവശ്യം 882. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 441. 441 2 കൊണ്ട് ഹരിക്കത്തില്ല. 3 കൊണ്ട് ഹരിച്ച് നോക്കുക. 3 കൊണ്ട് ഹരിച്ചാൽ 1 3 3 ബാക്കി 14 12 4 3 12 ബാക്കി 21 7 3 12 പിന്നെ ബാക്കി 21 7 3 21 7 പ്രാവശ്യം. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഹരിച്ച് നോക്കാം. 3 3 12 ബാക്കി 2 27 9 3 27 49 3 കൊണ്ട് ഹരിക്കുക. 49 പിന്നെ 3 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. 7 into 7 ആണ് 49. 49 7 കൊണ്ട് ഹരിച്ചാൽ 7. അപ്പോൾ ആൻസർ ഘടകങ്ങൾ എടുത്ത് എഴുതിയാൽ 2 into 2 into 3 into 3 into 7 into 7 1 2 2 2 2 3 2 7 2 2 2 3 2 7 ഓരോ ജോഡികളാക്കുക. ഈ ജോഡികൾ ഓരോന്ന് എടുത്തെഴുതുക. 2 3 into 7 3 2 6 6 7 42. അപ്പോൾ റൂട്ട് ഓഫ് 1764 1764 is equal to 42 ആൻസർ. ഓക്കെ.